മഹാവിഷ്ണു വരാഹ അവതാരം എടുത്തതിന്റെ ഐതിഹ്യം അറിയാമോ? ഭൂമിയിലെ ദുഷ്ടാധിപത്യം അവസാനിപ്പിക്കാനും എല്ലായിടത്തും സമാധാനവും സമൃദ്ധിയും കൊണ്ടുവരാനും ഭഗവാൻ വിഷ്ണു 10 അവതാരങ്ങൾ എടുത്തതായി അറിയപ്പെടുന്നു. ഭഗവാൻ വിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമായി വരാഹ അവതാരം കണക്കാക്കപ്പെടുന്നു. മഹാവിഷ്ണു ദിവ്യമായ ആ ഭീകരരൂപം ധരിച്ചതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനകൻ, സനന്ദനൻ, സനൽകുമാരൻ, സനാതനൻ എന്നിവർ മഹാവിഷ്ണുവിനെ ദർശിക്കാൻ വൈകുണ്ഠത്തിൽ ചെന്നു. എന്നാൽ വിഷ്ണുവിന്റെ ദ്വാരപാലകരായ ജയനും വിജയനും ബാലകന്മാരായ അവരെ തടഞ്ഞു. ഇതിൽ കുപിതരായ ബാലന്മാർ ജയവിജയന്മാർക്ക് ശാപം നൽകുകയും അതിന്റെ ഫലമായി സത്യയുഗത്തിൽ ദക്ഷപുത്രിയായ ദിതിയുടെയും കശ്യപ മഹർഷിയുടെയും മക്കളായി ഹിരണ്യന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനുമായും അവർ ജനിച്ചു. ഹിരണ്യാക്ഷൻ ബ്രഹ്മാവിന്റെ വലിയ ഭക്തനായിരുന്നു. വർഷങ്ങളോളം അദ്ദേഹം ബ്രഹ്മാവിനെ ആരാധിച്ചു. പകരം ബ്രഹ്മാവ് അദ്ദേഹത്തിന് ഒരു വരം നൽകി. ആ വരം അനുസരിച്ച് ഒരു ദൈവമോ മനുഷ്യനോ അസുരനോ ദേവതയോ മൃഗമോ അവനെ കൊല്ലില്ലായിരുന്നു. തന്റെ അമർത്യത ഉറപ്പാക്കിയതോടെ ഹിരണ്യാക്ഷൻ ഭൂമിയിലെ ആളുകളെ പീഡിപ്പിക്കാൻ തുടങ്ങി. അവൻ ദേവതകളെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇന്ദ്രന്റെ കൊട്ടാരം ആക്രമിച്ചു. ജീവൻ ഭയന്ന ദേവതകൾ ഭൂമിയിലെ പർവ്വത നിരകളിലെ ഗുഹകളിൽ അഭയം തേടി. ഹിരണ്യാക്ഷൻ സമുദ്രത്തിലേക്ക് ഇറങ്ങി ചെന്ന് തിരമാലകളെ താടനം ചെയ്തു. ഹിരണ്യാക്ഷനെ ഭയന്ന് വരുണദേവൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. ഇതുകൂടാതെ ദേവതകളെ ഉപദ്രവിക്കാൻ ഹിരണ്യാക്ഷൻ ഭൂമിയെ പിടിച്ച് സമുദ്രത്തിൽ മുക്കി. ഭൂമി മാതാവ് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഭൂമി മനുവിന്റെയും ഭാര്യ ശതരൂപയുടെയും ഭരണത്തിന് കീഴിലായിരുന്നു. മനുവും ശതരൂപയും തങ്ങളുടെ ദുഃഖത്തിന് ആശ്വാസം തേടി ബ്രഹ്മാവിനെ സമീപിച്ചു. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ബ്രഹ്മാവ് ഭഗവാൻ വിഷ്ണുവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ പന്നി മൂക്കിൽ നിന്ന് വീണു. അത് സാക്ഷാൽ മഹാവിഷ്ണു വരാഹ രൂപത്തിൽ പിറവിയെടുത്തതായിരുന്നു. ക്ഷണനേരം കൊണ്ട് അത് വളർന്ന് വലിയ പർവ്വതത്തിന്റെ വലുപ്പത്തിലെത്തി. ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിക്കുമ്പോൾ പന്നിയെ ഒരു മൃഗമായി പരാമർശിക്കാൻ ഹിരണ്യാക്ഷൻ മറന്നുപോയതിനാൽ ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ രക്ഷിക്കാൻ ഭഗവാൻ വിഷ്ണു പന്നിയുടെ രൂപം സ്വീകരിക്കുകയായിരുന്നു. ശേഷം പർവ്വതം പോലെ വളർന്ന മഹാവരാഹം ഇടിമുഴക്കം പോലുള്ള ഒരു ഗർജനത്തോടെ സമുദ്രത്തിലേക്ക് ചാടുകയും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഭൂമി മാതാവിനെ കണ്ടെത്തുകയും ചെയ്തു. ഭൂമി മാതാവിനെ തന്റെ കൊമ്പുകൾക്കിടയിൽ താങ്ങി നിർത്തിക്കൊണ്ട് സമുദ്രത്തിൽ നിന്നും വരാഹമൂർത്തി ഉയർന്നു വരികയും ഭൂമിയെ അതിന്റെ യഥാസ്ഥാനത്ത് ഉറപ്പിക്കുകയും ചെയ്തു. ഇതു കണ്ട് കോപാകുലനായ ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. 1000 വർഷങ്ങൾ നീണ്ടുനിന്ന ഘോര യുദ്ധത്തിൽ ഹിരണ്യാക്ഷൻ കൊല്ലപ്പെടുകയും വരാഹമൂർത്തി നാരായണ രൂപത്തിൽ തന്നെ ലയിക്കുകയും ചെയ്തു.